ഹായ് ഫാം, വെൽക്കം ബാക്ക് ടു എൻ ഹെന്നാസ് ട്യൂട്ടോറിയൽ. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന വേറൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രിഡ് ആട്ടോ. നമ്മൾ ഫസ്റ്റ് സാധാ ഗ്രിഡ് വരയ്ക്കുന്ന പോലെ തന്നെ കോളംസ് ആയിട്ട് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒരു കറക്റ്റ് ഗ്യാപ്പ് ഇട്ടാണ്ട് കോളംസ് വരച്ചെടുക്കുക. ഇനി നമ്മൾ ഈ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. ഈ ചരിഞ്ഞിട്ടുള്ള ഓരോ ലൈൻസും ക്രോസ് ആക്കാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്നും ഇതുപോലെ ക്രോസ് ആക്കി വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ഓരോ സ്ക്വയറിന്റെ ഉള്ളിലും ഒരു ക്രോസ് ലൈൻസ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ ക്രോസ് ലൈൻസിന്റെ ഉള്ളിലൂടെ അതിന്റെ സെൻട്രൽ പോർഷനിലൂടെ ആ പോയിന്റ് മീറ്റ് ചെയ്യുന്നതിലൂടെ സ്ട്രൈറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ആ സ്ക്വയറിനുള്ളിൽ കൂടെ തന്നെ മേലെന്ന് താഴോട്ടും അതുപോലെ സെൻട്രലിലൂടെ കറക്റ്റ് പോയിന്റിലൂടെ ലൈൻസ് വരച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയറിൻ്റെ ഉള്ളിൽ 8 പാർട്ടീഷൻസ് കിട്ടും. ലൈൻസ് വരയ്ക്കുമ്പോൾ വളയാതെ നോക്കണം കേട്ടോ. എൻ്റെ ഇവിടെ നിന്ന് ചെറുതായിട്ട് പാളി പോകുന്നുണ്ട്. ഡോണ്ട് വറി, നമുക്കത് ഷെയ്ഡ് ചെയ്യുമ്പോൾ റെഡിയാക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഷെയ്ഡിങ്ങിലേക്ക് പോവാം. ഞാൻ ഈ കാണുന്ന പോലെ തന്നെ ഈ ഓരോ ട്രയാങ്കിളിൻ്റെ ഉള്ളിലും നമ്മൾ ഷെയ്ഡ് ചെയ്യാണ്. അതായത് ഒരു ട്രയാങ്കിൾ ഗ്യാപ്പ് വിട്ടാണ് അത് ഷെയ്ഡ് ചെയ്യേണ്ടത്. ആദ്യം ഫസ്റ്റിൽ ഷെയ്ഡ് ചെയ്യുക, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യുക. അങ്ങനെ അപ്പം നമ്മൾ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലെ 8 ട്രയാങ്കിൾസിൽ 4 ട്രയാങ്കിൾസുമാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യണത്. ഇങ്ങനെ തന്നെ ഇത് എല്ലാ സ്ക്വയറിൻ്റെ ഉള്ളിലും റിപ്പീറ്റ് ചെയ്യാം. ഇനിയുള്ള ഷെയ്ഡിങ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ചെയ്യുന്നുട്ടോ, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ഉണ്ട്. കാരണം ഇതിന്റെ ഷെയ്ഡിങ് കുറച്ച് തോനുണ്ട്, ഈ എല്ലാ ട്രയാങ്കിൾസും ഷെയ്ഡ് ചെയ്ത് വരണ്ടേ. സോ ഷെയ്ഡിങ്ങിന്റെ ഭാഗം ഇച്ചിരി സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു നോർമൽ വീഡിയോ ഞാൻ അടുത്ത റീലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്നും മനസ്സിലാവും. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ ഷെയ്ഡിങ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഗ്യാപ്പിട്ട് ഇങ്ങനെ ഇതുപോലെ ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. നമുക്കിത് കണ്ടാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രിഡാണെന്ന് തോന്നും. ഇങ്ങനത്തെ ഈസി ആൻഡ് സിമ്പിൾ ട്രിക്സ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യും. സോ ഫോളോ മീ. ഓക്കെ, ബൈ.